പ്രായം കൂടുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞ് പോലെയാണ് ഫുട്ബോളിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫുട്ബോളിൽ അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെങ്കിൽ ക്രിക്കറ്റിൽ അത് ഫാഫ് ഡുപ്ലസി തന്നെയാണ്. ഡുപ്ലസി 40-ാം വയസ്സിലും കാണിക്കുന്ന പോരാട്ട വീര്യം നമ്മുടെ മേജർ ലീഗ് ക്രിക്കറ്റിൽ വേറെ ആരും കാണിക്കാത്തതാണ്. ലോകമെമ്പാടുമുള്ള T20 ലീഗുകളിൽ ഓടി നടന്ന അസാമാന്യ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഡുപ്ലസിയുടെ പ്രകടനപരത ഇപ്പം അമേരിക്കൻ മണ്ണിലും വളരെ വലിയ രീതിയിൽ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീസണിൽ മാത്രം 3 സെഞ്ചുറികളാണ് ഡുപ്ലസി നേടിയത്. വൺ ആൻഡ് ഓൺലി ക്യാപ്റ്റൻ ലീഡർ ലെജൻഡ് എന്നൊക്കെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ വിളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇതുവരെ അമേരിക്കയിലെ T20 ലീഗിന്റെ ചരിത്രത്തിൽ ആരും തുടർച്ചയായിട്ട് 3 സെഞ്ചുറികൾ നേടിയിട്ടില്ല എന്നുള്ളത് കൂടി പറയുമ്പോഴാണ് നമ്മുടെ എബി ഡിവില്ലിയേഴ്സിന്റെ കൂട്ടാളിയായിരുന്ന ഫാഫ് ഡുപ്ലസിയുടെ പോരാട്ട വീര്യം നമ്മൾ ഓർക്കുന്നത്. പണ്ട് ഇന്ത്യയെ ചവിട്ടി മെതിച്ച ഓർമ്മകളൊക്കെ ആരും മറന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡുപ്ലസിയുടെ ആ ഒരു അനങ്ങാൻ പോലും പറ്റാതെ ഹാംസ്ട്രിങ് പിടിച്ചു വെച്ചിട്ട് ഒറ്റക്കാലിൽ നിന്ന് ഇന്ത്യക്കെതിരെ വിസ്ഫോടനാത്മകമായ ബാറ്റിംഗ് നടത്തിയ ഡുപ്ലസിയുടെ പ്രകടനപരത ഒരു തരി പോലും കുറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ്. മുംബൈ ന്യൂയോർക്കിനെതിരെ, അതായത് MA ന്യൂയോർക്കിനെതിരെ സെഞ്ചുറി നേടി. അതിനുശേഷം വാഷിംഗ്ടൺ ഫ്രീഡത്തിനെതിരെ അദ്ദേഹം സെഞ്ചുറി നേടി. ഇപ്പം സാൻ ഫ്രാൻസിസ്കോ യൂണിക്കോൺസിനെതിരെയും സെഞ്ചുറി നേടി. അതായത് നമ്മളുടെ മേജർ ലീഗ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തുടർച്ചയായിട്ട് 3 മത്സരങ്ങളിൽ ഒരാൾ സെഞ്ചുറി നേടുന്നത്. അത് ഫാഫ് ഡുപ്ലസി മാത്രമാണ്. ഏതായാലും ടെക്സാസ് സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ഡുപ്ലസി ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഇനി വന്ന് ഇതുപോലെ അടിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും സൂപ്പർ കിങ്സ് ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ട് ഡുപ്ലസി തന്റെ പ്രകടനം കൊണ്ട് മാറിക്കഴിഞ്ഞു.